ഇസ്രായേൽ വേഴ്സസ് ഇറാൻ യുദ്ധം 2025 ഒരു വിവരണാത്മക സംഗ്രഹം. 2025 പുരാതന വൈരാഗ്യങ്ങളുടെ നിഴലുകൾ തുറന്ന യുദ്ധത്തിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടു. ഇസ്രായേലും ഇറാനും മാരകമായ ഒരു ഹൈടെക് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ ആകാശം യുദ്ധക്കളങ്ങളായി മാറിയിരിക്കുന്നു. മിസൈലുകൾ, ഡ്രോണുകൾ, രഹസ്യ അട്ടിമറി, കൃത്യമായ വ്യോമാക്രമണങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഒന്ന്. ജൂൺ 13 ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന രഹസ്യനാമത്തിൽ ഒരു വലിയ സൈനിക നടപടി ആരംഭിച്ചതോടെ സംഘർഷം ശക്തമായി. നൂതന F-35 സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഉൾപ്പെടെ 200-ലധികം ഇസ്രായേലി വിമാനങ്ങൾ ഇറാന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്തി. ആണവ സൗകര്യങ്ങൾ, മിസൈൽ താവളങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, പ്രധാന സൈനിക കമാൻഡ് കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട്. ഇസ്ഫഹാൻ, നതാൻസ്, ടെഹ്റാന് സമീപമുള്ള ഇറാന്റെ ഒരു കാലത്ത് സംരക്ഷിത മേഖലകൾ സ്ഫോടനങ്ങളാൽ നടുങ്ങി. പ്രതികാരമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒരു ആക്രമണം അഴിച്ചുവിട്ടു. അവയിൽ ചിലത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് നെഗേവ് മരുഭൂമിയിലെയും തന്ത്രപ്രധാനമായ വ്യോമതാവളങ്ങൾക്ക് സമീപത്തെയും ആക്രമിക്കാൻ കഴിഞ്ഞു. ഇറാന്റെ ശ്രമങ്ങൾക്കിടയിലും മിക്ക മിസൈലുകളും ഇസ്രായേലിന്റെ എലൈറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം, ഡേവിഡ്സ് സ്ലിംഗ് ആരോ 3 എന്നിവയാൽ തടസ്സപ്പെട്ടു. എന്നിരുന്നാലും നാശനഷ്ടങ്ങൾ തുല്യമല്ല. ഇറാന് ഗുരുതരമായ പ്രഹരങ്ങൾ നേരിട്ടു. അതിന്റെ ഉന്നത ജനറൽമാർ കൊല്ലപ്പെട്ടു. മിസൈൽ ഡിപ്പോകൾ നശിപ്പിക്കപ്പെട്ടു. ആണവ അഭിലാഷങ്ങൾ ഗണ്യമായി പിന്നോട്ട് പോയി. സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ മുഴുവൻ മേഖലകളും തകർന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. ഇറാനിലെ സിവിലിയന്മാർ പരിഭ്രാന്തരായ നഗരങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്നു. 1,00,000-ത്തിലധികം പേർ ടെഹ്റാനിൽ നിന്ന് പലായനം ചെയ്തതായി റിപ്പോർട്ടുണ്ട്. മറുവശത്ത് ഇസ്രായേൽ നാശനഷ്ടങ്ങൾ ഏറ്റവും കുറഞ്ഞ നിലയിൽ നിലനിർത്തിയിട്ടുണ്ട്. ചില പരിക്കുകളും നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ സൈന്യം വളരെ ഏകോപിതമായും പാശ്ചാത്യ സഖ്യകക്ഷികളുടെ ശക്തമായ പിന്തുണയോടെയും വായുവിന്റെ നിയന്ത്രണത്തിലും ഉറച്ചു നിൽക്കുന്നു. തന്ത്രപരമായി നിലവിൽ ഇസ്രായേൽ മേൽക്കൈ വഹിക്കുന്നു. അതിന്റെ ആക്രമണങ്ങൾ കൃത്യവും വിനാശകരവുമായിരുന്നു. ഇറാന്റെ പ്രതികാരം വമ്പിച്ചതാണെങ്കിലും ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ ദുർബലപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു. എന്നിരുന്നാലും അപകടം രൂക്ഷമാകുന്നതിലാണ്. ഇറാന്റെ വിശാലമായ പ്രോക്സി ശൃംഖല, ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഇറാഖിലെയും സിറിയയിലെയും മിലിഷ്യകൾ എപ്പോൾ വേണമെങ്കിലും സജീവമാകാം. ഇത് ഒരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധമായി മാറും. യുദ്ധം വ്യോമാക്രമണങ്ങളിലും പ്രതിരോധത്തിലും മാത്രമായി പരിമിതപ്പെടുത്തിയാൽ ഇസ്രായേൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇറാൻ അതിന്റെ പ്രോക്സികളെ അഴിച്ചുവിടുകയും മേഖല കുഴപ്പത്തിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്താൽ യുദ്ധച്ചെലവ് ഇരുപക്ഷത്തിനും യഥാർത്ഥ വിജയം അവകാശപ്പെടാൻ കഴിയാത്തത്ര വലുതായിരിക്കും. ഇത് ആയുധങ്ങൾക്കായുള്ള ഒരു യുദ്ധമല്ല. ഇത് ഇന്റലിജൻസ്, സഖ്യങ്ങൾ, സഹിഷ്ണുത എന്നിവയുടെ യുദ്ധമാണ്.